ബിജെപിയുടെ കെപിസിസി ഓഫീസ് മാർച്ച് തടയാൻ റോഡ് ബാരിക്കേഡ് വെച്ച് മറച്ചതോടെ വെട്ടിലായി വഴിയാത്രക്കാർ. മതിൽ ചാടിക്കടന്നാണ് വൃദ്ധയുൾപ്പെടെയുള്ള യാത്രക്കാർ സഞ്ചരിച്ചത്. വി അരുണിന്റെ റിപ്പോർട്ട് കൂടി കാണാം. ബിജെപിയുടെ കെപിസിസി ഓഫീസ് മാർച്ചിന് തടയാനാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് റോഡ് അടച്ചത്. പക്ഷേ അതിലൂടെ വഴിയാത്രക്കാർ ബുദ്ധിമുട്ടാവുന്നു. സ്ത്രീകളടക്കമുള്ളവർ ഈ റോഡ് മതിൽ ചാടി വൃദ്ധരടക്കമുള്ള ആളുകൾ മതിൽ ചാടി റോഡ് മുറിച്ചു കിടക്കേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, കാൽനട യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും വേണമെന്ന് സുപ്രീം കോടതി അടക്കം പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു സമരത്തിന്റെ പേരിലാണ് ഈ രീതിയിൽ വൃദ്ധരടക്കമുള്ള ആളുകൾക്ക് ഇങ്ങനെ മതിൽ ചാടി റോഡ് മറികടന്ന് പോകേണ്ട അവസ്ഥ വരുന്നത്. യാത്രക്കാരാണ്, നമുക്കറിയാം, സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അവിടെ ഇത്തരത്തിൽ സമരം വരുമ്പോൾ ബദൽ സംവിധാനം ഏർപ്പെടുന്നവരും പൂർണ്ണമായും ഈ റോഡ് അടച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. നമ്മൾ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ കാണാം. ആളുകൾക്ക് ഇങ്ങനെ ഏതൊരു കച്ചവടക്കാരിയായ വളരെ പ്രായം ചെന്ന ഒരു അമ്മയടക്കം മതിൽ ചാടി പോകേണ്ട അവസ്ഥയുണ്ട്. സ്ത്രീകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അമ്മ എവിടെ പോകാമെന്നാണ്? ഇതാണ് ഇത്തരം ആശുപത്രി പോയിട്ട് വരുന്ന ആളുകൾക്കാണ് ഈ ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ മതിലിയാടി ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്ത് കൊടുക്കാനാ? ഇപ്പം നമ്മൾ ആശുപത്രി പോയിട്ട് വരുവാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ SUT പോയിട്ട് ഓട്ടോക്കാരൻ അവിടെ ഇറക്കിയിട്ട് പോയി. വീട് അപ്പുറത്താണോ? വട്ടിയൂർ വാഴട്ട് പോകണം. അടുത്ത ബസ് വഴിക്ക് പോകണോ? അല്ലേ, ഇവിടുന്ന് വേറെ വല്ലതും കിട്ടും, വണ്ടി വല്ലതും കിട്ടും. അവർ വാഴോട്ടോട് വരെ പോകേണ്ട ആളുകളാണ്. സ്വാഭാവികമായും അവർക്ക് ഇനി വേറൊരു ഓട്ടോറിക്ഷ പിടിച്ച് വേണം പോകാൻ. ഓട്ടോറിക്ഷ ഇവിടം വരെ വന്ന് ഓട്ടോറിക്ഷക്കാരൻ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോവുകയായിരുന്നു. ഇനി കൊടും വെയിലത്ത് ഈ വൃദ്ധ ദമ്പതികൾ, അതും ആശുപത്രിയിൽ പോയിട്ട് വരുന്ന ആളുകളാണ്, ഇവർ ഇങ്ങനെ നടന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ എല്ലാം റോഡ് ബ്ലോക്കാണ്. പൂർണ്ണമായും ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള ക്രമീകരണമാണ് ഈ ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ബാരിക്കേഡുകളും അടച്ചുകെട്ടി വലിയ പോലീസ് സന്നാഹം. നമുക്കറിയാം, KPCC ആസ്ഥാനത്തേക്ക് BJPയുടെ മാർച്ച് പറയുമ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് പകരമായാണ് BJP മാർച്ച് നടന്നുകൊണ്ടത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അനിവാര്യമാണ്. പോലീസിന് അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയേ മതിയാകൂ. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ആളുകളുടെ ബുദ്ധിമുട്ട് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പലയിടത്തും വാഹനം വഴിതിരിച്ച് വിടുന്നുണ്ട്. BJPയുടെ മാർച്ച് ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാവുകയോ അത് കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തുകയോ ചെയ്താൽ വീണ്ടും അത് പ്രശ്നങ്ങൾക്ക് ഇടവയ്ക്കും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരം ഒരു ക്രമീകരണം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. നമുക്കറിയാം, ഈ റോഡ്, എനിക്ക് ബാരിക്കേഡിന് അപ്പുറം കാണുന്ന റോഡ് വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തേക്കുള്ള റോഡാണ്. അവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു, അവിടെ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. ഒരു ട്രോളി ബാഗുമായൊക്കെ ആളുകൾ വരുന്നത് നമുക്ക് കാണാം. അത്രയധികം ആളുകളൊക്കെ ഉണ്ട് അവിടെ. വലിയ ആളുകൾ ഇവിടേക്ക് വരാൻ നിൽക്കുന്ന ആളുകളുണ്ട്. വാഹനം പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. അതിൻ്റെ എതിർഭാഗത്താകട്ടെ, ഇപ്പുറത്താകട്ടെ, ഈ ഭാഗത്തുനിന്നും വാഹനങ്ങൾ തടയുകയാണ്. ആകെ ഒരു ജവഹർ നഗർ വഴി വരുന്ന ഒരു ബൈ റോഡിൽ നിന്ന് മാത്രമാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത്. ആ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു വരുന്നത്. ബാക്കി എല്ലായിടത്തും പൂർണ്ണമായും വാഹനം തടഞ്ഞുകൊണ്ട് KPCC ആസ്ഥാനം കുറച്ച് ഇവിടുന്ന് 20 മീറ്റർ മാത്രം അപ്പുറത്താണ്. അവിടെ നമുക്ക് കാണാം, അവിടെയും വാഹനം മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഏതായാലും പോലീസിന് അവരുടെ ജോലിയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയേ മതിയാകും. പക്ഷേ അപ്പോഴും സാധാരണക്കാരായ ആളുകൾ വലിയ രീതിയിൽ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. കൂടുതൽ ബാരിക്കേഡ് വച്ച് ഇവിടെ സുരക്ഷ ശക്തമാക്കുകയാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് ഓഫീസിലേക്ക്, ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസാണ്, അവിടേക്ക് BJPയുടെ പ്രതിഷേധം അതിനടുത്തേക്ക് എത്താതിരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ചെയ്യുകയാണ്. പൂർണ്ണമായും റോഡ് അടച്ചുകൊണ്ട് ഒരു ലെയർ കൂടി ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയാണ്. ഒരു കാരണവശാലും പ്രതിഷേധക്കാർ ഇത് മറികടന്ന് മുന്നോട്ട് പോകാതിരിക്കാനുള്ള പോലീസിന്റെ കരുതലാണിത്. പക്ഷേ അതിലൂടെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്, സാധാരണക്കാരാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആളുകൾ മതിൽ ചാടി തന്നെ ഇവിടേക്ക് വരേണ്ടുന്ന സാഹചര്യമുണ്ട്. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ മതിൽ ചാടി വരേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ വരുന്ന പ്രായമായ ആളുകൾ, സ്ത്രീകൾ ഒക്കെ ഇത് തന്നെ അവർക്കും വഴി. ആളുകൾ ഇപ്പോഴും പോലീസിന് പിന്നാലെ റോഡ് മതിൽ ചാടി കടക്കാൻ ആളുകളുമൊക്കെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. പൂർണ്ണമായും ഗതാഗതം തടഞ്ഞുകൊണ്ട് KPCC ആസ്ഥാനത്തിന്, കോൺഗ്രസ് ഓഫീസിന് സുരക്ഷ ഒരുക്കുകയാണ് സംസ്ഥാന പോലീസ്. BJPയുടെ മാർച്ച് തടയുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ക്രമീകരണം. ബൈ റോഡ്, ചെറിയ വഴികൾ പോലും തടഞ്ഞുകൊണ്ട് ആളുകൾ, ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇത് മാത്രമാണ് ഒരു വഴി. ഈ വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തേക്ക് പോകണമെങ്കിൽ ഈ ചെറിയ മതിലിപ്പോൾ ചാടി കിടക്കണം. ജവഹർ നഗറിലേക്ക് പോകണമെങ്കിലും അതുതന്നെയാണ് സാഹചര്യം. ഈ പോലീസ് ബാരിക്കേഡ് കൊണ്ട് വെള്ളയമ്പലത്തെയും അതുപോലെ ശാസ്തമംഗലത്തെയും വേർതിരിച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് BJPയുടെ KPCC ആസ്ഥാനത്തേക്കുള്ള മാർച്ച് തടയാൻ, പ്രതിരോധിക്കാൻ ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.